എൻ്റെ പേര് അൽഫോൻസ് ജോസഫ്. ഞാൻ ഈ കണ്ടംകൊളുത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ വന്ന ആ ഒരു അനുഭവം പങ്കുവയ്ക്കുകയാണ്. കാരണം ഞാൻ ആദ്യമായിട്ട് മാഡം റോസ്മേരി ഡോക്ടറിനെ കണ്ടപ്പോൾ മാഡം ആ ഒരു പുഞ്ചിരിയോടുകൂടി ഞങ്ങളെ ഉൾക്കൊണ്ടതാണ്. കാരണം ഒരു ഡോക്ടർ പുഞ്ചിരിയോടുകൂടി ഇരിക്കുമ്പോൾ നമ്മൾ അപ്പോൾ തന്നെ പകുതി അസുഖം മാറിയ പോലെ എനിക്ക് തോന്നി. പിന്നെ ഡോക്ടർ ഞങ്ങളെ ഹോസ്പിറ്റലിലേക്ക് അയച്ചു. ഇവിടെ വന്നപ്പോൾ ഉള്ള ആ ഒരു ഞങ്ങളെ എടുത്ത ഒരു ഇത് കാരണം റിസപ്ഷനിൽ ബിന്നിയും അതുപോലെ തന്നെ ഡോക്ടർ അലീനെയും ഞങ്ങളെ വളരെയധികം സ്വാഗതം ചെയ്തു, റൂമിലേക്ക് ഇരുത്തി. അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാവിധ ട്രീറ്റ്മെൻറ്റും ഇവിടെ എടുത്ത ഈ 5 ദിവസവും ഇവിടെ ഉഴിച്ചിലും അതെല്ലാം കിഴികളും അതുപോലെ തന്നെ എല്ലാവിധ വർക്കേഴ്സിൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ്, ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഞങ്ങൾക്ക് തോന്നിയത്. അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും തോന്നില്ല. അതിനേക്കാൾ ഉപരിയായിട്ട് നല്ല ചൂടോടുകൂടിയുള്ള യഥാസമയത്തിന് കിട്ടുന്ന ഒരു ഭക്ഷണം, അത് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ചൂടോടുകൂടി ഭക്ഷണം കിട്ടുന്നതാണ് ഏറ്റവും വലിയ താല്പര്യമുള്ളത്. അപ്പോൾ അത് സമയാസമയത്തിന് വളരെ കൃത്യമായിട്ട് അവർ കൊണ്ടുവരും. അങ്ങനെ എല്ലാ വർക്കേഴ്സും ഒരു പുഞ്ചിരിയോടുകൂടി ഒരു വീട്ടിലെ ആളുകളുടെ മാതിരി അവർ ഞങ്ങളോട് പെരുമാറുന്നുണ്ട്. അത് വലിയൊരു കോർഡിനേഷനായിരുന്നു അവരെല്ലാവിധ അതും. അതുപോലെ തന്നെ ഡോക്ടർ അലീനയും എപ്പോഴും ഒരു കെയർ ടേക്കർ എന്ന് വെച്ചാൽ കൂടുതൽ കെയർ ടേക്കറാണ്. കാരണം ഞാനാണെങ്കിൽ ഇത്ര പ്രായമെങ്കിലും ഒരു അമ്മയും മോളുടേതായ ആ ഒരു ഇത് വീട്ടിലാർക്കെങ്കിലും എന്തെങ്കിലും വന്ന ആ പോലെ വളരെ കെയർ ആയിരുന്നു. അങ്ങനെ എല്ലാ ആളുകളും മാഡവും അതുപോലെ തന്നെ ജൂനിയർ ഡോക്ടർ മരിയയും അങ്ങനെ ഓവറോൾ പറയുകയാണെങ്കിൽ ഇവിടുത്തെ എല്ലാ വർക്കേഴ്സും എല്ലാ ജോലിയും എല്ലാ കാര്യങ്ങളും വളരെ നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇവിടെ വരാം. കാരണം എന്ന് വെച്ചാൽ ആ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് എല്ലാ ഹോസ്പിറ്റലും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ റെക്കമെൻഡേഷനാണ് ഇവിടെ വളരെയധികം നല്ലൊരു അന്തരീക്ഷത്തിൽ ഞങ്ങൾക്ക് കഴിയാൻ പറ്റി. ട്രീറ്റ്മെൻറ്റ് എടുത്തു, ഒക്കെ നന്നായി. ഗോഡ് ബ്ലസ് യു ഓൾ. ഓൾ ദി ബെസ്റ്റ്. ഇനിയും ധാരാളം പേഷ്യൻസ് വരട്ടെ, നിങ്ങളുടെ കെയർ അവർ അനുഭവിക്കട്ടെ, നിങ്ങളുടെ സ്നേഹം അവർ അനുഭവിക്കട്ടെ. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ.